നമസ്കാരം അഭിഷേക്. നമസ്കാരം ചേട്ടാ. ഒരു പഴയ കഥയിലേക്ക്, കഥയല്ല അതൊരു സംഭവിച്ച കാര്യമാണ്. 2012 ഏകദേശം 10-15 വർഷം പഴക്കമുള്ളൊരു കേസിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു 23 വയസ്സുകാരനായ ചെറുപ്പക്കാരനെ ഒരു സാഡിസ്റ്റിക് മനോഭാവത്തോടു കൂടി കല്ലെറിഞ്ഞ് പുഴയിൽ താഴ്ത്തി കൊല്ലപ്പെട്ടു എന്നാണ് ആ കേസ്. പക്ഷേ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ബൈക്കിലെന്തോ തട്ടുകയെന്തോ ചെയ്തു. അവിടെ വെച്ച് മർദ്ദിച്ചിട്ട് പോരാഞ്ഞിട്ട്, വഴിയിലിട്ട് മർദ്ദിച്ചിട്ട് പോരാഞ്ഞിട്ട്, ആശുപത്രിയിലെത്തിച്ച് മർദ്ദിച്ചിട്ട് പോരാഞ്ഞിട്ട്, വീട്ടിലെത്തിച്ച് മർദ്ദിച്ചിട്ട് പോരാഞ്ഞിട്ട് രക്ഷപ്പെടാനായി അവർ നീന്തി, അതായത് ആറ്റിൽ ചാടി നീന്തി. ആ നീന്തുന്നതിനിടെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നാണ് ആ കേസ്. എന്തൊരു സാഡിസ്റ്റിക് മനോഭാവമാണല്ലേ. ഇതിൻ്റെ ഒരു നാൾവഴികളെ പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയാം. അന്നും അത്രയധികം വാർത്താ പ്രാധാന്യം ഈ ഒരു സംഭവത്തിന് കിട്ടിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്നത് 2012 മാർച്ച് 16-ാം തീയതിയാണ്. 17-ാം തീയതി സംസ്ഥാനത്ത് നമ്മുടെ പിറവം നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക ഇത്തരത്തിലൊരു സംഭവം അത്ര വലിയ വാർത്തയായിരുന്നില്ല. ഏതാനും വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഒരു 15 വർഷത്തോളം ആകുന്നു. ഈ ഒരു സമയത്താണ് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി സതീഷ് കുമാർ ഈ കേസിൽ അന്തിമ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. സംഭവം നടക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ 2012 മാർച്ച് 16-ാം തീയതി കോട്ടയത്തിനടുത്ത് ഒരു പെട്രോൾ പമ്പാണ്. ഈ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ ഒരു സ്വകാര്യ ബസ്, പ്രിയദർശിനി എന്നു പേരുള്ള ഒരു സ്വകാര്യ ബസ് ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ പാല മരങ്ങാട്ടുപള്ളി കോട്ടയം വഴി നമ്മുടെ വൈറ്റിലയിലേക്കുള്ള ഒരു ബസ്സാണ്. ഈ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു നോബിൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. വൈക്കം ചെമ്പ് സ്വദേശിയാണ്. ഇദ്ദേഹം തൻ്റെ വാഹനത്തിൽ പെട്രോൾ നിറയ്ക്കുന്നതിന് വേണ്ടി വൈക്കത്തുള്ളൊരു പമ്പിലേക്ക് ഈ വാഹനവുമായി എത്തുന്നു. ഈ വാഹനത്തിൽ തന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി എത്തുന്ന വൈക്കത്തിനടുത്ത് വടക്കേമുറി സ്വദേശിയായിട്ടുള്ള അബ്ദുൾ അസീസ്, ഇദ്ദേഹം ഒരു മധ്യവയസ്കനാണ്. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഈ ബസ് പിന്നിലേക്ക് എടുക്കുന്നതിനിടെ അവിചാരിതമായിട്ടൊന്ന് തട്ടുന്നു. ഈ തട്ടുന്ന സംഭവമാണ് പിന്നീടുള്ള ഈ യുവാവിൻ്റെ ദാരുണാന്ത്യത്തിലേക്കൊക്കെ കടക്കുന്നത്. ഈ സംഭവം നടക്കുന്നു ഈ പമ്പിൽ വെച്ച്. അവിചാരിതമായിട്ട് തൻ്റെ ബൈക്കിലേക്ക് പിന്നിലേക്ക് എടുക്കുന്ന ഈ സ്വകാര്യ ബസ് വന്നതും തട്ടുന്നു. ആർക്കും പരിക്കില്ല, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഈ അബ്ദുൾ അസീസ് ഈ യുവാവിനെ, ഡ്രൈവറായിട്ടുള്ള നോബിളിനെ മർദ്ദിക്കുന്നു. പിന്നീട് ആ രംഗം ശാന്തമാകുന്നു. അവിടെ നിന്ന് ഈ ബസ്, പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്, വീണ്ടും എറണാകുളം ലക്ഷ്യമാക്കി ആ ഒരു ട്രിപ്പ് തുടങ്ങുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ബസ്, ഈ അബ്ദുൾ അസീസിൻ്റെ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല. ഇദ്ദേഹം വീട്ടിലെത്തി മക്കളെ കൂട്ടുന്നു. കൂടാതെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കൂട്ടി ഒരു വലിയ സംഘമായിട്ട് നേരെ പോയി വീണ്ടും ഈ ബസ്സിൻ്റെ സർവീസ് നടത്തുന്ന വേളയിൽ തന്നെ നടു റോഡിൽ ബസ് തടയുന്നു. ബസ് തടഞ്ഞു നിർത്തി വലിയൊരു ആൾക്കൂട്ടം ഈ യുവാവിനെ, ഡ്രൈവറായിട്ടുള്ള നോബിളിനെ മർദ്ദിക്കുന്നു. നോബിളിന് മർദ്ദനമേൽക്കുന്നു. നോബിളിനെ നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ വൈക്കം ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ്, താലൂക്ക് ആശുപത്രിയാണ്. ആ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ നോബിളിനെയും സഹോദരനായിട്ടുള്ള നോയലാണ് കൊല്ലപ്പെടുന്നത്. നോയൽ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ. അപ്പോൾ ഈ പയ്യൻ, 23 വയസ്സുള്ള പയ്യൻ അറിയാതെ വന്ന് പെട്ടുപോയതാണല്ലോ. തീർച്ചയായിട്ടും സഹോദരന് മർദ്ദനമേറ്റ വാർത്തയറിഞ്ഞ് വൈക്കത്തെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിയ സഹോദരനായ നോയലിനെയും ഈ ആശുപത്രിയിലേക്ക് ഇയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നറിഞ്ഞ് പിന്നാലെ എത്തിയ അബ്ദുൾ അസീസും ഇദ്ദേഹത്തിൻ്റെ മക്കളും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും വൈക്കം പോലീസിന്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇതിലാകെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. വിചാരണ വേളയിലൊക്കെ 9 പ്രതികളും ഏകദേശം 79ഓളം രേഖകൾ ഹാജരാക്കിയിരുന്നു. 42 സാക്ഷികളെ വിസ്തരിച്ചു. അതിനെ തുടർന്നാണ് ഈ അന്തിമ വിസ്താരത്തിൽ ഈ 5 പ്രതികളെ ശിക്ഷിച്ച് ബാക്കി 4 പേരെ വെറുതെ വിട്ടു. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് അബ്ദുൾ അസീസ്, ഇയാൾ 3-ാം പ്രതിയാണ്. ഇദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള 2 പേർ, അവരാണ് യഥാക്രമം 1ഉം 2ഉം പ്രതികളുടെ സ്ഥാനത്തുള്ളത്. പിന്നീട് സുധീർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷാജി എന്ന് പറയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. ഇവരൊക്കെ പരസ്പരം ബന്ധുക്കളാണ്, അബ്ദുൾ അസീസിൻ്റെ മക്കളുമാണ്. അങ്ങനെ ഈ വൈക്കത്തെ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തേക്ക് എത്തുന്ന അബ്ദുൾ അസീസും ഇയാളുടെ മക്കളും ബന്ധുക്കളും ചേർന്ന് വീണ്ടും ഈ 2 സഹോദരങ്ങളെ മർദ്ദിക്കുന്നു. ഈ മർദ്ദനം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് പോയാൽ അവിടെയും പിന്തുടർന്നെത്തി മർദ്ദിക്കുമെന്നൊരവസ്ഥയായിരുന്നത് കൊണ്ട് തന്നെ ഈ സഹോദരങ്ങൾ മുറിഞ്ഞ പുഴയിലെ തൻ്റെ ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്നു. അവിടെ അഭയം പ്രാപിച്ചതാണ്. ഈ മുറിഞ്ഞപുഴയിലെ ബന്ധുവീട്ടിലേക്കും ഈ അക്രമി സംഘം മാരകായുധങ്ങളുമായി കടന്നു വരുന്നു. കയ്യിൽ വടിവാളടക്കമുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ബന്ധുവീട്ടിലേക്ക് എത്തുന്ന സംഘത്തെ കണ്ട് പേടിച്ചോടിയ ഈ സഹോദരങ്ങൾ നേരെ മുറിഞ്ഞപുഴ ആറ്റിലേക്ക് പ്രാണരക്ഷാർത്ഥം എടുത്തു ചാടുന്നു. ഈ മുറിഞ്ഞപുഴ ആറെന്ന് പറയുന്നത് ഏകദേശം 200 മീറ്ററോളം വീതിയുള്ള ഒരു വലിയ പുഴയാണ്. പുഴയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ പുഴയിലേക്ക് ചാടുമ്പോൾ
കരയിലാണ് ഇവർ മാരകായുധങ്ങളുമായി തമ്പടിച്ച് നിൽക്കുന്നത്. കരയിൽ നിന്ന് ഭീഷണി മുഴക്കുന്നുണ്ട്, സഹോദരങ്ങളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പ്രാണരക്ഷാർത്ഥം ഈ പുഴ മറികടന്നുകൊണ്ട് അപ്പുറത്തെ കരയിലേക്ക് നീന്താൻ വേണ്ടി ശ്രമിക്കുന്നു. നീന്തൽ അറിയാമായിരുന്നു, പക്ഷേ ഈ 200 മീറ്ററോളം വീതിയുള്ള പുഴ നീന്തിക്കിടക്കുക അസാധ്യമാണെന്ന് കണ്ട് തിരികെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഇവർ പുഴയുടെ ഈ കൊലയാളികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ വീണ്ടും നീന്തി എത്തുന്നു. എന്നാൽ ഇവിടെ കാത്തുനിന്ന ആളുകൾ, ഈ അക്രമി സംഘം, അബ്ദുൾ അസീസും മക്കളും ബന്ധുക്കളും അടങ്ങുന്ന ഈ ഒരു വലിയ സംഘം വടിവാൾ കാണിച്ച് ഇവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. കൂടാതെ ഈ കരയിലുണ്ടായിരുന്ന കല്ലെടുത്ത് ഈ സഹോദരങ്ങൾക്ക് നേർക്ക് തുടരെ എറിയുന്നു. ഈ കല്ലേറ് സഹിക്ക വയ്യാതെ വീണ്ടും ഇവർ മറുകര തേടി നീന്തുന്നു. ഈ നീന്തലിലാണ് ഈ നോയലിന് മരണം സംഭവിച്ചത്. നോബിളിന് പരിക്കേറ്റിരുന്നു. നോബിളിനെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് ജീവൻ രക്ഷിച്ചത്. ഇതായിരുന്നു അന്നത്തെ മുറിഞ്ഞപുഴ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിക്രൂരമായിട്ട് സംഘം ചേർന്ന് ആനപ്പക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയ വിഷയമാണ്. നമ്മുടെ പല ജില്ലകളിലും നടക്കുന്ന ക്രൈമുകൾ എടുത്ത് നോക്കുമ്പോൾ സാധാരണ ചെറിയൊരു വിഷയമായിരിക്കും. എന്തെങ്കിലും ഒരു സാധനം കൊടുത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ തോണ്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ സംഭവങ്ങളായിരിക്കും. ഇതൊരു ഒരു ഒരു പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കാനെത്തിയ 2 വണ്ടികൾ, വണ്ടിയാകുമ്പോൾ തട്ടും മുട്ടും, പക്ഷേ ഇത് ആർക്കും ഒരു പരിക്കുമില്ല, യാതൊരു പരിഭവവും ഇല്ലെന്നിരിക്കെ തുടരെ വീട്ടിലേക്കൊക്കെ കയറി ചെന്ന് ക്രൂരമായി ആക്രമിച്ച് കൊലപാതകം ചെയ്തു എന്നൊരു രീതിയിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് പിറവും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു ഘട്ടമായതിനാൽ തന്നെ ഈ ഒരു കേസിൽ വലിയ വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 15 വർഷങ്ങൾക്കിപ്പുറമാണ് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി സതീഷ് കുമാർ ഈ കേസിൽ വിധി പറഞ്ഞത്. ഇതിൽ പ്രതികൾക്ക് 7 വർഷം കഠിന തടവും അതോടൊപ്പം തന്നെ 50,000 രൂപ വീതം പിഴയുമാണ്. ഈ പ്രതികളുടെ ശിക്ഷ വിധിച്ചു എന്നുള്ള വാർത്ത ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ 7 വർഷം, ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് 7 വർഷം കുറഞ്ഞു പോയി. 15 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. വളരെ വൈകിയാണ് വിചാരണ നടക്കുന്നത്, വിചാരണ പൂർത്തിയാകുന്നത്. സാധാരണ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട വിചാരണ പൂർത്തിയാകാൻ കാലതാമസം എടുക്കും, അത് സത്യമാണ്. എന്നാൽ 7 വർഷം വീതം ഈ 5 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ അബ്ദുൾ അസീസിനും അയാളുടെ മക്കളായ ഷമീർ, ഷിനാജ് എന്ന് പറയുന്ന 2 യുവാക്കളുണ്ട്. 46-45 വയസ്സാണ്. അതോടൊപ്പം തന്നെ സുധീർ, ഷാജി എന്ന് പറയുന്ന ഇവരുടെ 2 ബന്ധുക്കൾ. അത് ഇവരെ ഉൾപ്പെടെ ഏകദേശം 5 പ്രതികളാണ് ഈ കേസിൽ ആകെയുള്ളത്. ഈ 5 പ്രതികൾക്കും 7 വർഷം വീതം കഠിന തടവും അതോടൊപ്പം തന്നെ 50,000 രൂപ പിഴയും. ഈ 50,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ ഈ കൊല്ലപ്പെട്ട നോയലിൻ്റെ കുടുംബത്തിനുള്ളതാണ്. 50,000 രൂപ അന്ന് പരിക്കേറ്റ നോബിൾ എന്ന് പറയുന്ന അന്നത്തെ സ്വകാര്യ ബസ് ഡ്രൈവറായിട്ടുള്ള യുവാവിനും നൽകാനാണിപ്പോൾ കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇത് കാര്യമായിട്ട് ഒരു ശിക്ഷാവിധിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ വിചാരണ വേളയിൽ കേസിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഇവർ അനുഭവിച്ച ശിക്ഷ, ജയിൽ ശിക്ഷ കൂടെ കൂട്ടി ഈ പരോളും ജാമ്യവും ഒക്കെ കൂടെ കൂട്ടിയാൽ ഏകദേശം ഇനി തുച്ഛമായ നാളുകൾ മാത്രമാണ് ഇവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വരിക. ഒരുപക്ഷെ മേൽക്കോടതിയിലേക്ക് ഈ കേസിലെ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജിയുമായിട്ട് മുന്നോട്ട് പോയ ഒരു പക്ഷേ ശിക്ഷാവിധി അടക്കം സ്റ്റേ ചെയ്യപ്പെടേണ്ടി വന്നേക്കും. കാരണം ഈ കേസിൻ്റെ വിചാരണ വേളയിൽ ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ 42 സാക്ഷികളാണ്. ഇതിൽ കൂറുമാറിയ സംഭവങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോടതി വിധിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കൂറുമാറിയ ആളുകൾക്കെതിരെ ആദ്യം സാക്ഷി പറയുകയും പിന്നീട് പ്രതികൾക്ക് അനുകൂലമായി മൊഴി മാറ്റിപ്പറയുകയും ചെയ്ത് സാക്ഷികൾക്ക് എതിരെ കേസെടുക്കാനായിട്ട് ഇപ്പോൾ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അതിഗുരുതരമായ ഒരു കൊലപാതകം, ചെറിയൊരു വിഷയം, ആനപ്പക എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിലാണ് ആ യുവാവിന് ജീവൻ നഷ്ടമായത്. അത് ഇവർ ആക്രമിക്കാൻ ഉദ്ദേശിച്ചു വന്ന ആളെയല്ല കൊല്ലപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഒന്നും അറിയാത്ത 23 വയസ്സുകാരനായ ഒരു യുവാവിനാണ് ഇവരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. എന്തായാലും കോടതി വിധി കാര്യക്ഷമമാണോ, അല്ലെങ്കിൽ ഇതിൽ മേൽക്കോടതിയിൽ ഇവരുടെ കുടുംബം അപ്പീലിന് പോകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഈ ശിക്ഷ പോരാ എന്നാണ് നമ്മുടെ ഒട്ടും പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇത് 4-5 തവണ ആക്രമിച്ച് വളരെ നിഷ്ഠൂരമായ രീതിയിൽ തുടരെ യുവാവാണ്, ഒരു ബസ് ഡ്രൈവറാണ്, അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി ഓടിക്കുന്ന ഒരു വാഹനമാണ്. ആ വാഹനം ഈ പമ്പിലേക്ക് എത്തുന്ന അബ്ദുൾ അസീസിൻ്റെ സ്കൂട്ടറിൽ തട്ടുന്നു. ഈ തട്ടി ആർക്കും ഒരു പരിക്കില്ല, വണ്ടിക്ക് വാഹനത്തിന് കാര്യമായ കേടുപാടുകളില്ല എങ്കിൽ പോലും അവിടെ വെച്ചുണ്ടായ ചെറിയ കാര്യങ്ങൾ പിന്നീട് പോയത് കൈവിട്ട കളികളിലേക്കാണ്. അങ്ങനെയാണ് യുവാവിൻ്റെ മരണത്തിൽ കലാശിച്ചത്. എന്തായാലും മുറിഞ്ഞപുഴ കൊലപാതകം എന്ന പേരിൽ അന്ന് അത്ര വാർത്താ പ്രാധാന്യം നേടാതിരുന്ന വാർത്തയ്ക്ക് ഇന്ന് 15 വർഷങ്ങൾക്കിപ്പുറമാണ് കോടതിയിലൂടെ ഒരു നീതി ലഭിക്കുന്നത്. എന്തായാലും ആ യുവാവിന് ഒരിക്കലും 2 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകിയാൽ പോലും ആ ഒരു മകൻ്റെ വിടവ് നികത്താൻ ആ തുക ഒട്ടും പര്യാപ്തമല്ല. അതെ, നമ്മൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പറയുന്നത് പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. അതേപോലെ തന്നെയാണ് ചെയ്യുന്ന കുറ്റത്തിൻ്റെ ഒരു കനമനുസരിച്ച് അതിനനുസരിച്ചുള്ളൊരു ശിക്ഷ ഉറപ്പാക്കേണ്ടത് ഉണ്ടായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷനൊക്കെ ഇതിന് അപ്പീൽ പോകും. ചേട്ടാ, ഈ
പുഴയിലേക്ക് ചാടുന്ന വേളയിൽ ഇവർ കല്ലെറിഞ്ഞത് കണ്ടു എന്ന് പറയപ്പെടുന്ന സാക്ഷികളടക്കമാണ് കൂറുമാറിയത്. അപ്പോൾ ഈ കൂറുമാറിയ സാക്ഷികൾക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും സാക്ഷികൾ കൂടി, കാരണം അവരും ഒരു കൊലപാതകം നേരിട്ട് കണ്ട് എന്ന് കോടതിയിൽ ആരുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണെങ്കിലും അങ്ങനെ മൊഴി മാറ്റി പറയുന്നത് ഒരു സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്നതാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് മുറിഞ്ഞപുഴ കൊലപാതകത്തിൻ്റെ ഇപ്പോൾ വന്ന വിധിയുടെ വിശദാംശങ്ങൾ.